നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്ന് പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇതൊരു തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ഉച്ചഭക്ഷണത്തെക്കുറിച്ചിട്ടാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി അഥവാ PM പോഷൻ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഈ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. അപ്പൊ അതിനായിട്ട് ഒരുപാട് സംശയം നമ്മുടെ ശ്രോതാക്കൾക്കുണ്ടാവും. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരം ഉച്ചഭക്ഷണ രീതികളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്കിനി സ്കൂള് തുറക്കാനിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായിട്ട്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനുമായിട്ട് നമ്മളോടൊപ്പം ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിലുള്ളത് ശ്രീ സൈഫുദ്ദീൻ മുസ്ലിയാർ M. സാറിന് പ്രത്യേകം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ നോൺ ഫീഡിംഗ് സൂപ്പർവൈസർ ആണ്. സ്വാഗതം സർ. സ്വാഗതം. നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയെക്കുറിച്ച് സാമാന്യേന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് യഥാർത്ഥത്തിൽ റേഡിയോ ബെൻസിഗറിലൂടെ നിങ്ങളിൽ എത്തിക്കുന്നത്. അത് എല്ലാവരും സ്കൂളിൽ നിന്ന് എന്തുകൊണ്ട് ഉച്ചഭക്ഷണം കഴിക്കണം എന്നതാണ് നമ്മുടെ ചർച്ചയുടെ ഫോക്കസ്, അഥവാ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി അങ്ങോട്ട് കടക്കുന്നത്. തീർച്ചയായും ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഉച്ചഭക്ഷണ രീതി ശരിക്കും പറഞ്ഞാല് ഒരു പഴയ ഓർമ്മകളിലേക്കൊക്കെ പോകേണ്ടി വരും. പഴയ കാലമൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഉച്ചഭക്ഷണം ഉച്ചക്കഞ്ഞിയാണ് അല്ലെ? ഉച്ചക്കഞ്ഞി, കടല, പയറ്, ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അതിനും അപ്പുറത്തെ ഒരു കാലം, അതിലും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കാലമാണ്. ആ കാലം എന്ന് പറയുന്നത് ഏതാണ്ട് 1960 മുതൽ 84 വരെയുള്ള ഒരു കാലമാണ്. ഏതാണ്ട് ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഓർക്കുന്നുണ്ടാകും. നമ്മുടെ വിദ്യാലയങ്ങളിൽ അന്ന് നൽകിയിരുന്നത് മഞ്ഞ നിറമുള്ള ഒരു ചോളപ്പൊടിയാണ്. ഒരിക്കലും മായ്ക്കാത്ത മധുരമുള്ള ഒരു ചോളപ്പൊടി. അപ്പൊ അത് കഴിച്ചവർക്ക് കൃത്യമായും അതിന്റെ ഒരു മധുരം ഇപ്പോഴും നാവിലുണ്ടാവും. നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഓർമ്മയാണ്. ഞാനത് കഴിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം ഇത്ര കാലമായിട്ടും അത്രയും മധുരമുള്ള ഒരു ഭക്ഷ്യവസ്തു അഥവാ സ്കൂളിൽ നിന്ന് ഒരു ചോളപ്പൊടി പോലുള്ള ഒരു സംഭവം ലഭിച്ചിട്ടില്ല. അതിനുശേഷം നമ്മൾ പടിപടിയായി ഇത് വളർന്നു. 2005 നമ്മളത് ചോറും കറിയുമായി പരിവർത്തിപ്പിച്ചു. അതിനു മുമ്പ് മാഡം പറഞ്ഞതുപോലെ ഉച്ചക്കഞ്ഞിയായിരുന്നു, കഞ്ഞിയും പയറുമായിരുന്നു. അതിൽ നിന്ന് മാറി നമ്മൾ 2005 മുതൽ ചോറും കറിയും കൊടുത്തു തുടങ്ങി. 2007 നമ്മൾ ഓരോ മുട്ട വീതം 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആഴ്ചയിൽ ഒരു മുട്ട വീതം നമ്മൾ കൊടുത്തു തുടങ്ങി. അപ്പൊ സ്വാഭാവികമായി ഒരു ചോദ്യം വന്നേക്കാം, മുട്ട കഴിക്കാത്ത കുട്ടികൾ ഉണ്ടാകുമല്ലോ. മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ നേന്ത്രപ്പഴമാണ് നൽകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അത് തുടർന്നു വരുന്നു. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു ഉച്ചഭക്ഷണ സമ്പ്രദായം നമ്മുടെ സ്കൂളുകളിൽ നിന്ന്, പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഉച്ചഭക്ഷണം നിങ്ങൾ കഴിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവാം. അപ്പൊ ഞാനൊക്കെ സത്യത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ നമുക്കൊന്നും കഴിക്കില്ല. സാധാരണ കുറച്ച് കുട്ടികൾക്കാണ് ഇത് കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്നും കിട്ടത്തൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് നമ്മൾ അവിടെ കിട്ടുന്ന കടലക്കൊക്കെ ഇടയ്ക്ക് കഴിഞ്ഞിട്ട് അത് കിട്ടുമ്പോ ഒരു സന്തോഷം അല്ലെ? പക്ഷെ ഇന്ന് ഇത് ആർക്കൊക്കെയാണ് ഇത് കിട്ടുന്നത്? ഈ ഒരു ഉച്ചഭക്ഷണം എന്ന് പറയുന്ന എല്ലാ കുട്ടികൾക്കും കിട്ടുന്നതാണ്. നല്ല ചോദ്യമാണ്. നമ്മുടെ വിദ്യാലയങ്ങളിലെ കൊല്ലം ജില്ലയില് 879 വിദ്യാലയങ്ങളിലാണ് ഈ പദ്ധതി ഉള്ളത്. കേരള സംസ്ഥാനത്ത് 12,024 സ്കൂളുകളിലെ 25 മുതൽ 26 ലക്ഷം വരെ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ദിനേന ഉച്ചഭക്ഷണം കഴിക്കുന്നു. 13,611 പാചക തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്താകമാനം രാവിലെ 9 മണി മുതൽ ഭക്ഷണം വിളമ്പുവോളം ഈ കുട്ടികൾക്കൊപ്പം നിൽക്കുകയാണ്. ഇപ്പൊ കൊല്ലം ജില്ലയിൽ 937 പാചക തൊഴിലാളികളാണ്. 1,57,896 കുട്ടികൾക്ക് കൊല്ലം ജില്ലയിൽ ഭക്ഷണം നൽകുന്നത്. ഒരു വലിയ വോള്യമാണിത്. അത് അല്ലെ, അതിനിപ്പോ ഈ പാചക തൊഴിലാളി എന്ന് പറയുമ്പോൾ അവർക്ക് അതിന്റേതായ എന്തെങ്കിലും ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒക്കെ അതാണ്. പാചക തൊഴിലാളികൾക്ക് എല്ലാ വർഷവും നമ്മൾ പരിശീലനം നൽകും. 30 മാസ്റ്റർ ട്രെയിനേഴ്സിനെ നമ്മൾ തെരഞ്ഞെടുത്ത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലാണ് ഈ പരിശീലനം നടക്കുക. ഈ വർഷത്തെ പരിശീലനം 28-ാം തീയതി നമ്മുടെ കടപ്പാക്കടയിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 30 മാസ്റ്റർ ട്രെയിനേഴ്സിനെ തെരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുന്നു. ആ ട്രെയിനേഴ്സ് 12 സബ് ജില്ലകളിലായി വിതറിക്കിടക്കുന്ന ബാക്കിയുള്ള മുഴുവൻ തൊഴിലാളികളെയും പരിശീലിപ്പിക്കുന്നു. കൃത്യമായ ഹൈജീനിക് ശുചിത്വം
സേഫ്റ്റി മെഷേഴ്സ്, ഇങ്ങനെ പല ഘട്ടത്തിലുള്ള ധാരണകളോട് കൂടിയാണ് സ്കൂളിലേക്ക് ഈ പാചക തൊഴിലാളികൾ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളും ഒക്കെ ഈ പറയും പോലെ ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കഴിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇന്ന് സ്കൂളിൽ നിന്ന് തന്നെയാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്തരം ഇപ്പൊ സ്കൂൾ തുറക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. ഇനിയും എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തിക്കൂടെ എന്നുള്ള തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം അല്ലെ? അപ്പൊ എന്തായാലും അതിനായിട്ട് വിളിക്കുക കേട്ടോ. വിളിക്കുന്ന നമ്പർ 0474293111 0474293111. അപ്പോൾ ഇത് തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് അവിടെ ആരോഗ്യകാര്യമായിട്ട് ബന്ധപ്പെട്ടല്ലേ, പോഷകാഹാരമാണ് നൽകുന്നത്. അത് ഉറപ്പാണ് അല്ലെ? തീർച്ചയായിട്ടും. അതിന്റെ ആ ഒരു മെനു എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിൽ നൽകുന്ന ഭക്ഷണത്തിന് ഒരു ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ് നോംസ് അനുസരിച്ചുള്ള ഭക്ഷണമാണ് നമ്മുടെ സ്കൂളിൽ പ്രധാനമായും നൽകുന്നത്. അതായത് 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്ക് ദിനേന 100 ഗ്രാം അരി, 30 ഗ്രാം പയർവർഗ്ഗങ്ങൾ, 50 ഗ്രാം ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ, 5 ഗ്രാം എണ്ണയും കൊഴുപ്പും, 5 ഗ്രാം തേങ്ങ, ഇത്രയുമാണ് സാമാന്യേന അവർക്ക് ലഭിക്കേണ്ടത്. അത് ലഭിക്കുക തന്നെ ചെയ്യും. 6 മുതൽ 8 വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 150 ഗ്രാം അരിയാണ് ഒരു ദിവസം സർക്കാർ ഉച്ചഭക്ഷണ വിഹിതമായി മാറ്റിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 50 ഗ്രാം എണ്ണയും 50 ഗ്രാം ഇലക്കറികൾ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ, അതോടൊപ്പം തന്നെ 30 ഗ്രാം പയർവർഗ്ഗങ്ങൾ, 7.5 ഗ്രാം എണ്ണയും കൊഴുപ്പും, 5 ഗ്രാം തേങ്ങ. ഇതാണ് നമ്മുടെ അപ്പർ പ്രൈമറി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ് മാനദണ്ഡ പ്രകാരമുള്ള എത്ര കാലറി കിട്ടണം അതിനനുസൃതമായി നിർണ്ണയിക്കപ്പെട്ട മെനു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കിട്ടുന്നുണ്ട് എന്നുള്ളതിന് എന്തായിരിക്കും തെളിവ്, അല്ലെങ്കിൽ അതെങ്ങനെ മനസ്സിലാവും? അത് വളരെ നല്ല ഒരു ചോദ്യമാണ്. സാമാന്യന എല്ലാ പ്രേക്ഷകർക്കും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്. ഇത് കിട്ടുന്നതിന് എന്താണ് ഉറപ്പ്? ആ ഉറപ്പാണ് 879 വിദ്യാലയങ്ങളിലും സ്കൂളിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഉച്ചഭക്ഷണ കമ്മിറ്റികളുണ്ട്. ഇതിന്റെ കംപ്ലീറ്റ് സൂപ്പർവിഷൻ ഈ ഉച്ചഭക്ഷണ കമ്മിറ്റിയാണ്. അത് വാർഡ് മെമ്പർ തുടങ്ങി സ്കൂളിലെ പാചക തൊഴിലാളി വരെ അംഗമായിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി. ഇതിനും അപ്പുറത്തേക്ക് ഇത് നോക്കാൻ നമ്മുടെ കൊല്ലം ജില്ലയിലെ 12 വിദ്യാഭ്യാസ ഉപജില്ലകളിൽ 12 നോൺ മീൽ ഓഫീസേഴ്സ് ഉണ്ട്. ഈ നോൺ മീൽ ഓഫീസേഴ്സ് ദിനേന 10 സ്കൂളുകൾ മിനിമം സന്ദർശിച്ചിരിക്കണം എന്നാണ് അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തെങ്കിലും ന്യൂനതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ അവിടെ പരിഹരിക്കാവുന്നവ ആ ഉദ്യോഗസ്ഥൻ അവിടെ തന്നെ പരിഹരിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തും. ഇന്ന മാറ്റങ്ങൾ വരുത്തണം, എനിക്കിതാണ് പരിശോധനയിൽ ബോധ്യപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് കൃത്യമായി തിരുത്തും. അതിനുമപ്പുറത്തേക്ക് വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റ് ഇടപെടേണ്ട വിഷയമാണെങ്കിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റ് നേരിട്ടിടപെട്ട് അതിന് പരിഹാരം കാണും. ഇതാണ് സംവിധാനം. ഇതിപ്പോ നമുക്ക് അറിയാം, ഇപ്പം ചിലപ്പോ ഈ പറയും പോലെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് നോക്കുന്നുണ്ടാകാം. അപ്പോഴും മാതാപിതാക്കൾക്കൊരു സംശയമുണ്ട്, ഉദ്യോഗസ്ഥരല്ലേ, സ്കൂളല്ലേ, എന്തായാലും സ്കൂളിന് ഉപദ്രവകരമായ കാര്യങ്ങളൊന്നും ഉദ്യോഗസ്ഥർ ചെയ്യില്ലല്ലോ. സാധാരണ രക്ഷകർത്താക്കൾക്കുള്ളൊരു സംശയമാണ്. അവർക്കത് മനസ്സിലാക്കാനും കഴിയുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടോ? അത് നമ്മുടെ സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സമിതികൾ നിർബന്ധമായും ഒരു അധ്യയന വർഷം 4 തവണ ചേരേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു രക്ഷകർത്താവിന് തന്റെ കുട്ടിക്ക് മതിയായ അളവിൽ സ്കൂൾ ഉച്ചഭക്ഷണം ലഭിക്കുന്നില്ല എന്ന പരാതി അവിടെ ഉന്നയിക്കാം. അതിനുമപ്പുറത്തേക്ക് എല്ലാ മാസവും ഉച്ചഭക്ഷണ കമ്മിറ്റി സ്കൂളുകളിൽ ചേരും. 10-ാം തീയതിക്ക് മുമ്പേ എല്ലാ മാസവും ഈ കമ്മിറ്റി ചേരണം. പരാതി ഉണ്ടെങ്കിൽ കൃത്യമായി പരിഹരിക്കണം. അതിനുമപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്ത് പരാതികളുണ്ടെങ്കിലും വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിൽ ബന്ധപ്പെടാവുന്നതാണ്. അടിയന്തരമായി നമ്മുടെ ഒഫീഷ്യൽസ് അവിടെ എത്തി അത് പരിഹരിക്കേണ്ടതാണെങ്കിൽ ആ നിമിഷം പരിഹരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു രക്ഷാകർത്താക്കൾക്ക് ഒരു ടെൻഷനുണ്ട്. കാരണം പലപ്പോഴും ചില വാർത്തകൾ അങ്ങനെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ കഴിഞ്ഞ വർഷവും നമ്മൾ പറഞ്ഞല്ലേ, കാസർഗോഡായിരുന്നു, ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഷനുണ്ട്. അയ്യോ, സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അപകടമാണോ? അപ്പൊ അതിനെക്കുറിച്ച് സാറിന് എന്താണ്? അത് ശരിക്കും കുട്ടികൾ കഴിക്കുന്നത് വളരെ നല്ലതല്ലേ? അതും സാധാരണ രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്. ഇനി എന്റെ മകൻ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ശുചിത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപര്യാപ്തത ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖം വന്നാലും അങ്ങനെ ശങ്കിക്കുകയേ വേണ്ട. എല്ലാ ദിവസവും സ്കൂളിൽ തയ്യാറാക്കുന്ന ഭക്ഷണം
ബന്ധപ്പെട്ട അധ്യാപകൻ അല്ലെങ്കിൽ അതിഥികൾ അല്ലെങ്കിൽ അധ്യാപക രക്ഷാകർതൃ സമിതി അംഗങ്ങൾ അല്ലെങ്കിൽ മാതൃസമിതി അംഗങ്ങൾ ആദ്യം രുചിച്ച് പരിശോധിച്ച് വിതരണ യോഗ്യമാണെന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് ഇളം ചൂടോടെ ഇത് കുട്ടികളുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു ആശങ്കയെ വേണ്ട. അതെ. അപ്പം കുട്ടികൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിളിക്കാം കേട്ടോ. നിങ്ങൾ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ വിളിക്കാം. രക്ഷകർത്താക്കൾ കേൾക്കുന്നു, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. നമ്മൾ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പരിപാടി തന്നെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഉച്ചഭക്ഷണം എന്ന് പറയുന്ന. സ്കൂളിൽ ഒരുപാട് പേർ കഴിച്ചു, ഇപ്പോഴും കഴിക്കുന്നു, ഇനി നമ്മളെ കുട്ടികൾ കഴിക്കാൻ പോകുന്നു. സാർ, ഇപ്പം ഞാൻ ഈ പാചകത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ആഹാരം പാചകം ചെയ്ത് എന്തായാലും അവിടെ ഉള്ള അധ്യാപകരാരെങ്കിലും ആയിരിക്കും അത് ടേസ്റ്റ് ചെയ്യുന്ന ആദ്യം, അതിനുശേഷമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതിന്റെ വിളമ്പുന്ന ആരാണ്? കുട്ടികള് പണ്ട് കുട്ടികളൊക്കെ പാത്രം കൊണ്ട് പോകുന്നതാണ്. ശരിയാണ്. നമ്മുടെ കാലത്ത് വിളമ്പുന്നത് നമ്മളിൽ നിന്ന് തന്നെയുള്ള കുറച്ച് കരുത്തരായ ആളുകളായിരിക്കും. പാത്രം പിടിക്കാൻ ശേഷിയുള്ളവർ, നന്നായി വിളമ്പാനും ആൾക്കാരെ നിയന്ത്രിക്കാനും ശേഷിയുള്ളവർ, അങ്ങനെയുള്ള കുട്ടികളാണ്. പക്ഷെ അതൊക്കെ പോയ കാലമാണ്. ഇനി അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത് അധ്യാപകരാണ് വിളമ്പി നൽകുന്നത്. അവരെ സഹായിക്കാൻ മാതൃസമിതി അംഗങ്ങളുണ്ടാകും, അധ്യാപക രക്ഷാകർതൃ സമിതി അംഗങ്ങളുണ്ടാകും, പൊതുസമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരും ഉണ്ടാകും. അതുകൊണ്ട് അക്കാര്യത്തിൽ ആശങ്ക വേണ്ട. ഒരു കുട്ടി തീന്മേശക്കരികിൽ മാത്രം ഇരിക്കുക, ഇളം ചൂടുള്ള ആഹാരം അവിടെ എത്തും, എല്ലാവരും കൂട്ടമായിട്ടിരുന്ന് കഴിക്കുക. അപ്പൊ ഇതിന്റെ ഒരു വലിയ ലക്ഷ്യം നോക്കൂ. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ജാതി മത ലിംഗ വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി ഒന്നിച്ചിരുന്ന് ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരേ ഫുഡ് കഴിക്കുന്നു. അപ്പം വൈകാരിക ഐക്യം, ലിംഗപരമായ ഐക്യം, ഇതെല്ലാം അവിടെ രൂപപ്പെടുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ലക്ഷ്യവും അത് തന്നെയാണ്. ഇത് ശരിക്കും ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കേന്ദ്രവും സംസ്ഥാനവും ബന്ധപ്പെട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 60% ഫണ്ട് ഇതിനെ നീക്കിവെക്കുന്നത് കേന്ദ്രമാണ്. അതിന് 40% ഫണ്ട് നീക്കിവെക്കുന്നത് കേരളമാണ്. അരി പൂർണ്ണമായും നമുക്ക് കേന്ദ്രം സൗജന്യമായിട്ടാണ് തരുന്നത്. അപ്പം എല്ലാ ഫണ്ടുകളും ഈ 60%, 40% എന്നുള്ള ആ റേഷ്യോയിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷം നമുക്ക് ഏതാണ്ട് 450 കോടി ഉറുപ്പിക സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് വേണ്ടി തന്നെ മാറ്റേണ്ടി വരുന്നുണ്ട്. എന്താണ് ഈ അരിയുടെ പ്രാധാന്യം? അതാണ് നേരത്തെ നമ്മൾ കഴിച്ച, അതിപ്പോ ആ ചോദ്യം എനിക്ക് വന്നിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ കഴിച്ച ഉച്ചക്കഞ്ഞി ചെള്ളുകൾ മേലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ചില ഉച്ചക്കഞ്ഞി ആയിരിക്കും നമ്മൾ കഴിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. 3 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരരിയും നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, 2021 ഒക്ടോബർ മാസം മുതൽ നമ്മൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഫോർട്ടിഫൈഡ് റൈസ് അഥവാ സമ്പുഷ്ടീകരിച്ച അരിയാണ്. ഈ അരിയുടെ പ്രത്യേകത അയണുണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്. ഇതിന്റെ ഒരു മിശ്രിതം ആ അരിയിൽ നിന്ന് തന്നെ കുറച്ച് അരിയെടുത്ത് അരിയുടെ അതേ വലിപ്പത്തിലുള്ള മറ്റൊരു അരി സൃഷ്ടിച്ച് ഈ മിശ്രിതം അതിൽ ചേർക്കും. എന്നിട്ട് 100 ഗ്രാമിന് 1 ഗ്രാം ഫോർട്ടിഫൈഡ് കേണൽ ചേർത്ത് ബ്ലെൻഡ് ചെയ്താണ് ഇത് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അതായത് സമ്പുഷ്ടീകരിച്ച അരി. സമ്പുഷ്ടീകരിച്ച അരിയുടെ പ്രത്യേകത വൈറ്റമിനുമായി ബന്ധപ്പെട്ട് കുറവുള്ള എന്താണ് മാൽ ന്യൂട്രീഷൻസ് മുഴുവൻ പരിഹരിക്കുന്നു, അനീമിയ പരിഹരിക്കുന്നു, കുട്ടികൾക്ക് ഈ ബാലാരിഷ്ടതകൾ എന്നൊക്കെ നാം പറയുന്ന രോഗങ്ങൾ വരാതെ കരുതലോടെ കാത്തുവെക്കുന്ന അരിയാണ് സമ്പുഷ്ടീകരിച്ച അരി. അത്ര പ്രത്യേകതയുള്ള അരിയാണ്. അതിന്റെ വെള്ളം പോലും പാഴാക്കരുത് എന്നാണ് നമ്മൾ സ്കൂളുകളിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഈ ഫോർട്ടിഫിക്കേഷൻ പ്രോസസ് വലിയൊരു പ്രോസസ്സാണ്, ആ പ്രക്രിയ. സർ, അപ്പൊ അത് ഈ അരിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണല്ലോ നമുക്ക് ഈ പച്ചക്കറി. അപ്പൊ അതിനെന്താണ് സ്കൂള് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്കൂളില് ഇപ്പം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി വിഭാവനം ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, സ്കൂൾ ന്യൂട്രീഷൻ ഗാർഡൻസ്. അപ്പൊ 2022, 23, 24 വർഷത്തില് നമ്മുടെ ജില്ലയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായി. നമ്മുടെ സംസ്ഥാനത്തെ 12,024 സ്കൂളുകളിൽ കൊല്ലം ജില്ലയിലെ 879 വിദ്യാലയങ്ങളിലും സമ്പൂർണ്ണ അടുക്കള പച്ചക്കറിത്തോട്ടം സ്ഥാപിച്ചു. ഒരു വലിയ നേട്ടമാണത്. സമ്പൂർണ്ണ അടുക്കള പച്ചക്കറിത്തോട്ടം. ചെറുതും വലുതുമായ പച്ചക്കറിത്തോട്ടങ്ങൾ എല്ലാ വിദ്യാലയത്തിലുമുണ്ട്. നമ്മൾ അവിടെ നിന്ന് തന്നെ പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു. പുറമേ നിന്നും പച്ചക്കറി വാങ്ങാറുണ്ട്. പക്ഷെ ആ വാങ്ങുന്ന പച്ചക്കറി അരമണിക്കൂർ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലിട്ട് എന്തെങ്കിലും കീടനാശിനി ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കിയിട്ടാണ് നമ്മുടെ ഭക്ഷണത്തിന് ഉപയോഗിക്കുക. അപ്പൊ ഇതിന്റെ നടത്തിപ്പ് ചുമതല അങ്ങനെയൊക്കെ അതൊക്കെ ആർക്കെയാണ്? നടത്തിപ്പ് ചുമതല സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്രധാനമായും അതിന്റെ ചുമതലക്കാർ
സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതി അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഉച്ചഭക്ഷണ കമ്മിറ്റി. നമുക്ക് അതിലേക്ക് വരാം, നടത്തിപ്പിലേക്ക് തന്നെ വരാം. പക്ഷെ നമുക്കൊരു കോൾ ഉണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. നമുക്ക് അന്ന് കോളിലേക്ക് പോവാം. ഹലോ ഹലോ, നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം ചേച്ചി. ഹലോ, എന്റെ പേര് പ്രീത എന്നാണ്. ഓക്കെ, നമ്മൾ ഈ ഉച്ചഭക്ഷണം, സ്കൂൾ ഉച്ചഭക്ഷണത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കേട്ടിരുന്നോ? കേട്ടിരുന്നു. സംസാരിച്ചോളൂ കേട്ടോ. എനിക്ക് ഉച്ചഭക്ഷണത്തിനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഒരു അറിവില്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോഴ് എന്റെ കുട്ടിയൊക്കെ വലുതാണ്, ഞങ്ങളെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോ ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി. കാരണം ഇത്രയും വലിയൊരു പ്രോസസ്സ് ഇതിന്റെ പുറകിൽ നടക്കുന്നു, ഒത്തിരിയും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. അതുപോലെ കുട്ടികൾക്ക് വളരെ ഹൈജീനിക് ആയിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സംരംഭങ്ങളൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. ഇത്രയും ശ്രദ്ധയോടെയാണ് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോ ഒരു ഭയങ്കര സന്തോഷം, ഒരു നഷ്ടബോധം തോന്നുന്നു, നമുക്കത് കിട്ടാതെ പോയെന്നുള്ള. ശരിക്കും തോന്നുന്നുണ്ട്. എന്ന് വെച്ചാല് നമ്മളെ വീട്ടിൽ നിന്ന് പൊതിയൊക്കെ കെട്ടി തോറ്റുപാത്രമൊക്കെ ആയിട്ട് പോയവരല്ലേ. അപ്പൊ നമ്മൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. നമുക്കൊരു ചമ്മന്തി അച്ചാറും കാണുമല്ലേ. അതെ അതെ അതെ, ഒരു മുട്ട പൊരിച്ചതും ഒക്കെ ആയിട്ട് പോയവരാണ്. അപ്പൊ നമുക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു വിഷമവും തോന്നുന്നു. പിന്നെ നമ്മുടെ മക്കൾക്കും കിട്ടിയില്ല. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്കത് കേട്ടപ്പോ വിഷമം തോന്നി. കാരണം ഞാൻ പഠിച്ചപ്പോ എനിക്കും കിട്ടിയില്ല. ഇതിപ്പോ എല്ലാ കുട്ടികൾക്കും ഉണ്ട് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അത് മാത്രമല്ല, എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുക, പല വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളെല്ലാരും ഒന്നിച്ചിരുന്ന് ഇത് കഴിക്കുക. അപ്പൊ അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം ഇല്ലാതെ ഉണ്ടാവാനും ഒക്കെ വലിയൊരു പ്രോസസ് അതിന്റെ പുറകിൽ നടക്കും. ആരൊക്കെയാണ് അതിന്റെ പുറകിൽ എനിക്ക് തോന്നുന്നു വലിയ പരാതികളൊന്നും ഇതിനെപ്പറ്റി ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും ഒരു വലിയ പദ്ധതി എന്ന് പറയുമ്പോൾ എന്തായാലും അതിന് ചെറിയ പോരായ്മകളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവും. പക്ഷെ എന്നാലും അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും വലിയൊരു അഭിനന്ദനം അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. സാറിന് പറയാനുള്ളതും കൂടെ എന്തായാലും ആ പഴയ ഓർമ്മകൾ പങ്കുവച്ചതിനും ഈ നന്മകളെ കുറിച്ച് വളരെ കൃത്യമായി അറിയിച്ചതിനും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ പറയുകയാണ്. ചേച്ചിയുടെ വീട്ടിലെ തൊട്ടടുത്ത് ഏതെങ്കിലും വിദ്യാലയം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു ദിവസം ആഹാരം കഴിക്കണം. എന്നിട്ട് അവിടെ നൂൺ മീൽ ടേസ്റ്റിംഗ് ഒപ്പീനിയൻ റെക്കോർഡ് രജിസ്റ്റർ എന്നൊരു രജിസ്റ്റർ ആ വിദ്യാലയത്തിൽ പരിപാലിക്കുന്നുണ്ട്. അതിൽ ആഹാരം കഴിച്ചിട്ട് എന്താണ് ആ ആഹാരത്തെക്കുറിച്ച് ആ കഴിച്ചയാളിന്റെ അഭിപ്രായം എന്നുകൂടി ഒന്ന് രേഖപ്പെടുത്തണം. സ്കൂൾ 3-ാം തീയതി തുറക്കും. അന്ന് തന്നെ സ്കൂളിൽ ഉച്ചഭക്ഷണവും തുടങ്ങും. ഏതെങ്കിലും ഒരു ദിനം വീട്ടിനടുത്തുള്ള സ്കൂളൊന്ന് സന്ദർശിക്ക്, എന്നിട്ട് ഭക്ഷണം കഴിക്ക്, ഒരു അഭിപ്രായവും രേഖപ്പെടുത്ത്. അങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വിശ്വസിക്കട്ടെ. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ എനിക്കിത് കേട്ടപ്പോ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലൊരു 3-4 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഒരു വലിയ ജോലിയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. അപ്പൊ ഇത്രയും കുട്ടികൾക്ക് ഒരു പരാതി ഇല്ലാതെ, ഒരു കുട്ടിക്കെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വന്നാൽ വലിയ സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കരമായിട്ട് ഇടുന്ന ഒരു കാലമാണ്. അപ്പൊ ആ വലിയ പരാതിയൊന്നും കൂടാതെ ഇത് നടത്തുന്ന എല്ലാവർക്കും വലിയ അഭിനന്ദനം. അതുകൊണ്ട് ഈ അടുത്ത അധ്യയന വർഷവും നന്നായിട്ട് ഇത് നടത്തട്ടെ, നന്നായിട്ട് പോകാനായിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, എല്ലാവിധ ആശംസകളും നേർന്നേക്കാണ്. ഓക്കെ, നന്ദി. വളരെ വളരെ സന്തോഷം. അപ്പോ നമുക്ക് അടുത്തൊരു കോൾ കൂടിയുണ്ട്. നമുക്കൊന്ന് കോളിലേക്ക് പോവാം. ഓക്കെ, നമസ്കാരം. സാർ കേൾക്കാമോ? ഇല്ല, കേൾക്കുന്നില്ല. പിന്നെ ഒരു സംശയം ചോദിക്കാനായിട്ടാണ് ഞാനിപ്പോ വിളിച്ചത്. അപ്പൊ നമ്മൾ ഈ ഉച്ചഭക്ഷണത്തിനുള്ള അരി സാറ് പറഞ്ഞായിരുന്നു ഫോർട്ടിഫൈഡ് ചെയ്ത്, അതായത് വൈറ്റമിൻ ചേർത്ത് ഫോർട്ടിഫൈഡ് ചെയ്താണ് വരുന്നതെന്ന്. അതെ, അതൊന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയാമോ? അത് ചൊവ്വേ മനസ്സിലായില്ല, എങ്ങനെയാണ് അതിന്റെ ആ ഒരു സംസ്കരണം ചെയ്യുന്നതെന്നുള്ളത്. ശരി, നല്ലൊരു സംശയമാണ്. സ്വാഭാവികമായി എല്ലാ രക്ഷാകർത്താക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു സംശയവുമാണ്. അരി ഫോർട്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. അപ്പം നമ്മുടെ അരിയില് പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ആ ആഡ് ചെയ്യുന്ന ഘടകങ്ങൾ ഒന്ന് വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് തുടങ്ങിയവയാണ്. ഇത് നോർമലി കുട്ടികൾക്കുണ്ടാകുന്ന എല്ലാ വൈറ്റമിൻ കുറവുകളെയും പരിഹരിക്കുന്നതാണ്. അനീമിയ പോലുള്ള കുറവുകളെ പരിഹരിക്കുന്നതാണ്. ഇത് ഫോർട്ടിഫൈ ചെയ്യുന്നത് നമ്മൾ ഏതരിയാണോ വിതരണം ചെയ്യുന്നത് ആ അരിയിൽ നിന്ന് തന്നെ കുറെ അരി എടുത്ത് പൊടിച്ച് മാവാക്കി ഈ പ്രീമിക്സ് അതിൽ ചേർക്കും. എന്നിട്ട് അരിയുടെ അതേ വലിപ്പത്തിലുള്ള മറ്റൊരു അരി സൃഷ്ടിക്കും. എന്നിട്ട് 100 ഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ ഈ അരി കൂട്ടിക്കലർത്തും.
കൂട്ടിക്കലർത്തിയതിന് ശേഷമാണ് ഈ അരി സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഈ മിശ്രിതത്തിൽ എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളും നമ്മുടെ ലാബുകളിലുണ്ട്. അപ്പൊ അത്ര ശ്രദ്ധയോടെയാണ് അയണും ഫോളിക് ആസിഡും വൈറ്റമിൻ B12 ചേർന്ന ഈ പ്രീമിക്സ് ആഡ് ചെയ്ത് ഫോർട്ടിഫൈഡ് കേണൽസ് ഉണ്ടാക്കി നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്, കൂട്ടിക്കലർത്തുന്നത്. എനിക്ക് മനസ്സിലായി സാറേ. താങ്ക് യു. പിന്നെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ഈ ഗോതമ്പ് വേവിച്ചത്, അതായത് അന്ന് ആ ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ട്. ഡാൽഡ ആണെന്ന് തോന്നുന്നു ചേർത്ത് തീർച്ചയായിട്ടും. അതെ അതെ. തരുമായിരുന്നു. ഒരു 11:30 മണിയാകുമ്പോൾ കടുക് വറുക്കുന്ന ഒരു മണം നമ്മുടെ മൂക്കിലേക്ക് അങ്ങ് ഇടിച്ചു കയറും അല്ലേ? ഓർക്കുന്നുണ്ടോ? അതേപോലെ അതെ ഉണ്ട്. അതാണ് ആ ഗോതമ്പ് ഉപ്പുമാവിന്റെ ടേസ്റ്റ്. അതുപോലെ തന്നെ ഒരു പാല് കലക്കി തരുമായിരുന്നല്ലോ. അതെ അതെ അതെ. മഞ്ഞ കളറിലുള്ള പാല് കലക്കി തരുമായിരുന്നു. അതാണ് അത് നമ്മള് തീർച്ചയായിട്ടും അത് 1960 മുതൽ 84 വരെ നമുക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടിയ ഒരു സഹായമാണ്. കോപ്പറേറ്റീവ് അമേരിക്കൻ റിലീഫ് ഫോർ എവരിവെയർ എന്ന് പറഞ്ഞ ഒരു സഹായത്തിന്റെ ഭാഗമായിരുന്നു അത്. 84 നിലച്ചു. പക്ഷെ 84 നിലച്ചപ്പോൾ തന്നെ ഉച്ചഭക്ഷണ പദ്ധതി അവിടെ അവസാനിച്ചില്ല. അത് സർക്കാർ ഏറ്റെടുത്തു. അത് സർക്കാർ ഏറ്റെടുത്തതിന്റെ ഒരു ചരിത്രം കൂടി എല്ലാ ശ്രോതാക്കളും മനസ്സിലാക്കണം. 1987 സ്കൂൾ ഉച്ചഭക്ഷണം നിലനിർത്താൻ ഒരു ഭാഗ്യക്കുറി വരെ കേരള സർക്കാർ നടത്തിയിട്ടുണ്ട്. ഒരു വിചിത്രമായ, ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ന്യൂസ് അല്ലേ? ഒരു ഭാഗ്യക്കുറിയുടെ ലാഭം മുഴുവൻ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് നിക്ഷേപിച്ചു. അവിടെയും കൊണ്ട് തീരാത്തതുകൊണ്ട് മറ്റൊരു ഭാഗ്യക്കുറി കൂടി നടത്തി. അങ്ങനെയാണ് ഈ പദ്ധതിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇത്ര കാലം കാത്തു സൂക്ഷിച്ചത്. അപ്പോ ശ്രദ്ധിക്കണ്ടോ സാറ് ഇത് ഇത്രയും പറഞ്ഞു തന്നത് പുതിയ അറിവാണിത്. നല്ല അതെല്ലാവർക്കും അത് കേട്ട് മനസ്സിലാവുന്ന നല്ല കാര്യം തന്നെ. സന്തോഷം. എല്ലാവർക്കും ഉണ്ടാവട്ടെ. വീടിനടുത്തുള്ള സ്കൂളിൽ പോയി ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിക്കണം. എന്നിട്ട് അവിടെ രുചി രജിസ്റ്റർ അഥവാ നൂൺ മീൽ ടേസ്റ്റിംഗ് ഒപ്പീനിയൻ റെക്കോർഡ് രജിസ്റ്റർ അവിടെ പരിപാലിക്കുന്നുണ്ട്. അതിൽ ഒരു അഭിപ്രായവും രേഖപ്പെടുത്തണം. ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെയുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെന്ന് നോക്കുന്നത് നല്ലതാണ്. നമ്മളെ കുട്ടികൾ അല്ലേ, അതായത് പൊതുജനങ്ങൾക്കറിയാം സ്കൂളിൽ എത്രത്തോളം വൃത്തിയായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുന്നുണ്ട്. നല്ലൊരു കാര്യമാണ് അത് ശരിക്കും നടപ്പിലാക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ കൂടി എത്തുകയാണ്. കോളിലേക്ക് പോകാം അല്ലേ? ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ കേട്ടോ സാറുമായിട്ട്. സാറേ, ഇതിനെ പറ്റി സാറ് പറഞ്ഞപ്പോഴ് എനിക്ക് വ്യക്തമായിട്ട് കുറെ അറിയാനായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ ആഹാരം കൊടുക്കുന്നത് നല്ല വിറ്റാമിൻസ് ആണ്, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിൽ തന്നെ ഈ പൊതുജനങ്ങൾക്ക് അത്ര അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അത് നമ്മൾ റേഡിയോയിൽ കൂടിയൊക്കെ പറഞ്ഞ ഒരു ശതമാനം ആൾക്കാരെ അറിയുന്നുള്ളൂ. അതുകൊണ്ട് മാധ്യമങ്ങളിൽ കൂടി ഇതിനെപ്പറ്റി വിശദമായിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും അറിയും. കാരണം മാധ്യമം കൈകാര്യം ചെയ്യാത്ത ലക്ഷങ്ങൾ കുറവാ. കുട്ടികളായാലും വലിയ ആൾക്കാരായാലും പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും അറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഡീറ്റെയിൽ കറക്റ്റ് അറിയണമെങ്കിൽ അവർക്ക് മാധ്യമങ്ങളിൽ കൂടി ഒന്ന് പറയുകയോ ഇടുകയോ ചെയ്താൽ വളരെ നന്നായിരിക്കും. ആ നിർദ്ദേശം നല്ല നിർദ്ദേശമാണ്. കാരണം ഇത്രയധികം പ്രത്യേകതകളുള്ള ഈ പദ്ധതി എല്ലാവരും അറിയട്ടെ എന്ന സതുദ്ദേശമാണ് ആ ഒരു നിർദ്ദേശത്തിന്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ആ വിധം ആലോചിച്ച് ഏറ്റവും വേഗത്തിൽ തന്നെ അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നറിയിക്കുന്നു. ഓക്കെ, വിളിച്ചൊരു സന്തോഷം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ഫോണിൻ പ്രോഗ്രാമാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 0474-231111. ശ്രീ സൈഫുദ്ദീൻ മുസ്ലിയാർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ, നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്, നോക്കാം അല്ലെ? ഹലോ ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ സാറുമായിട്ട് കേട്ടോ ചേച്ചി. നമസ്കാരം. ആദ്യമേ തന്നെ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നതിന് ഞാൻ ഒരു നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളില് ഉപ്പുമാവും കഞ്ഞി പയറും ഒക്കെ ആയിരുന്നു. മഞ്ഞ നിറമുള്ള പൊടി കഴിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ചോളം. അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? നാവിലുണ്ടോ ഇപ്പോഴും? ഗൃഹാതുരത്വമുള്ള ഒരു മധുരമുള്ള ഓർമ്മ. ഓക്കെ, പറഞ്ഞു. പണ്ടത്തെ ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പണ്ടത്തെ ഗോതമ്പിന്റെ മണം വരെ നമുക്ക് നാവിൻ തുമ്പത്തുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഗോതമ്പ് നമുക്കത് ഒരു ഇതുമില്ല. അതാണ്, നമ്മൾ ഗോതമ്പൊന്നും സ്കൂളിൽ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല കൃത്യമായി ശുദ്ധിയുള്ള വൃത്തിയുള്ള അരിയും ഭക്ഷണങ്ങളുമാണ് സ്കൂളിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ ഗോതമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ മില്ലറ്റ് കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂള്, മുളങ്കാടൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്.
എന്റെ 2 കുട്ടികള് അവിടെ തന്നെയാണ് ആഹാരം കഴിച്ചത്. ഞാനും കഴിച്ചിട്ടുണ്ട്. ഞാനും ഭക്ഷണം കൊണ്ടുവരാത്ത ദിവസങ്ങളിൽ മുളങ്കാടകം സ്കൂളിൽ പോയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ആ സന്തോഷം കൂടി അറിയിക്കുകയാണ്. ഞാൻ ഇതണക്ക് കുട്ടികളെ ഒരു ദിവസം അവിടെ ചെന്നപ്പം 3 സമയമായിട്ട് ഞാനും കയറി കഴിച്ചതാ. നല്ല ഭക്ഷണമല്ലേ? നല്ല ഭക്ഷണം, നല്ല പാചകമാണ്. ആ ചേച്ചി നന്നായിട്ട് പാചകം ചെയ്യും. അതുപോലെ തന്നെ ഇത് വെച്ചുണ്ടാക്കുന്നവർക്കാണ് ഏറ്റവും വലിയൊരു നന്ദി പറയുന്നത്. നല്ല ആണ്. അത് വലിയൊരു അതായത് ഇത്രയും കുട്ടികൾക്ക് വെച്ച് അത് കൈകാര്യം ചെയ്ത് എടുക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ പദ്ധതി അതാണ് ഈ പദ്ധതി ഇത്രയും ശുദ്ധമായി നിലനിർത്തുന്നതിന് സഹായിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാചക തൊഴിലാളികളാണ്. റേഡിയോ ബെൻസിഗർ കേൾക്കുന്ന എല്ലാ പാചക തൊഴിലാളികളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. നല്ല വർത്തമാനങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർ നന്നായി പാചകം ചെയ്യുന്നുണ്ട്. കൃത്യമായ പരിശീലനവും അവർക്ക് നൽകുന്നുണ്ട്. പിന്നെ പറയും ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് വെച്ചാൽ പണ്ട് അത് കിട്ടാൻ കാത്തിരിക്കുക കുട്ടികൾ ആരായി. ഇപ്പൊ കിട്ടുന്നതിന്റെ ഒരു ഇച്ചിരി കൂടെ അഹങ്കാരം കുട്ടികൾക്ക് ഉണ്ടോന്ന് തോന്നലുണ്ട്. അവരുടെ കുട്ടിക്കാലമല്ലേ, അല്പം അഹങ്കരിച്ചോട്ടെ. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ചുള്ളന്മാരായി വളർന്നു വരട്ടെ അല്ലേ. അവർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്കൂളിലെ ഫാസ്റ്റ് ഫുഡ് മതി. ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കുട്ടികൾക്ക് നിർബന്ധിച്ച് വേണം നമ്മൾ കൊടുക്കാൻ. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പൊ. ശരി, ഓക്കെ സന്തോഷം. അപ്പൊ അത് പറഞ്ഞതിൽ എനിക്കൊരു ചോദ്യം വന്നത്, പണ്ട് ഈ നമുക്ക് ഈ പറയും പോലെ ആഹാരത്തിന് കഷ്ടത അനുഭവിക്കുന്ന ഒരു കാലത്ത് ഇത് വലിയ ആശ്വാസമാണ്. കാരണം സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ആഹാരം കിട്ടുമെന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോ ആർക്കും അങ്ങനെ ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ള കാലമല്ല. അതാണ് ചേച്ചി പറഞ്ഞത്. അപ്പം ആ കുട്ടികൾക്ക് ആ ഭക്ഷണത്തിന്റെ കൂടി പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. എല്ലാ കുട്ടികളും മറ്റേതെന്ന് പറഞ്ഞാൽ ഒരാൾ ചിലപ്പം മുട്ട കൊണ്ടുവരുമ്പോൾ മറ്റേക്ക് ഒന്നും കാണില്ല. അങ്ങനെ ഒരു വേർതിരിവൊക്കെ ഉണ്ടാവാം. കിട്ടുന്ന ഈ കഞ്ഞിയേ ഉള്ളൂ. പക്ഷെ ഇന്ന് എല്ലാ കുട്ടികളും കഴിക്കുന്ന ഒരേ ഭക്ഷണമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ സാധിക്കുന്നതാണ്. കൃത്യമായ ഒരു ചോദ്യമാണത്. കാരണം ഒരു രുചി വൈവിധ്യമാണ് നമ്മളെ ഈ കുട്ടികളെ ഇതിൽ പിടിച്ചു നിർത്തുന്നത്. ദിനേന നമ്മളിപ്പോ നമ്മൾ ദിനേന വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് അത് ദിനേന കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ രുചി അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി ഉച്ചഭക്ഷണ പദ്ധതിയിൽ രുചി വൈവിധ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നു. ഒരാഴ്ചയിലേക്ക് വേണ്ട മെനു തയ്യാറാക്കുന്നു. അടുത്ത ആഴ്ച എന്ത് മെനു, ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് ഉണ്ടാക്കേണ്ടത് അത് പരിശോധിക്കുന്നു. കുട്ടികളുടെ കൂടി ടേസ്റ്റ് അനുസരിച്ച് അത് പാകം ചെയ്ത് നൽകുന്നു. നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമ്മളോടൊപ്പം സൈഫുദ്ദീൻ സാറുണ്ട്, സംസാരിച്ചോളൂ കേട്ടോ. നമസ്കാരം. ഞാൻ എന്റെ കുട്ടിക്കാലം ആലോചിക്കുകയാണ്. അന്ന് വിദ്യാഭ്യാസം ചെയ്യാനല്ല പോകുന്നത്, ഭക്ഷണം കഴിക്കാനാ പോകുന്നത്. ദരിദ്രമായ ഒരു കാലമായിരുന്നു അത്. അതെ, അത് കഞ്ഞി വന്നു ആണ്. ഇപ്പൊ ഊണ് വന്നിരിക്കുകയാണ്. അതെ അതെ. ഈ പുരോഗമനം വന്ന് ബിരിയാണി ആവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അല്ല, അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയത്. എല്ലാ സ്കൂളിലും മാസത്തിലൊരിക്കൽ ബിരിയാണി നൽകുന്നുണ്ട് കേട്ടോ. എല്ലാ സ്കൂളിലും നൽകുന്നുണ്ട്. ബിരിയാണിയും നൽകുന്നുണ്ട് നമ്മള്. അല്ല, ഇപ്പോഴെന്ന് വെച്ചാൽ നല്ല പോഷകമാണ് കൊടുക്കുന്നത്, നല്ല ആഹാരങ്ങൾ. ഞാൻ PTA പ്രസിഡന്റായിരുന്നു, വിമലാനന്ദ സ്കൂൾ PTA മെമ്പറായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ സന്തോഷം. നല്ല ആഹാരം, അതായത് ചോറ് വെന്തോന്ന് നമ്മൾ പോയി നോക്കും. ഉച്ചക്കുള്ള വൈകിട്ട് വരെ വരും. അല്ല, ഞാനത് വിമലഹൃദയം സ്കൂളിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയണം. ഞാനൊരു ദിവസം ഒരു പരിശോധനയുടെ ഭാഗമായി വിമലഹൃദയം സ്കൂളിൽ പോയി. ഒരു ഭയങ്കര മത്സ്യം വെച്ച് മണം വന്നു. നല്ല ഒന്നാം തരം നെയ്മീൻ കറിയാണ് കുട്ടികൾക്ക് അന്ന് വിതരണം ചെയ്തത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് വിമലഹൃദയം സ്കൂൾ. നെയ്മീൻ കറി ആ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തു. അപ്പൊ എത്ര ഭംഗിയായ കുട്ടികളുടെ ടേസ്റ്റ് അതാണ്, അതനുസരിച്ച് വിതരണം ചെയ്യുന്നു. അപ്പോൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ ഒരു സവിശേഷ ജാഗ്രതയും ശ്രദ്ധയുമാണ് ഇങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ ഉണ്ടാകുന്നത്. വളരെ ശ്രദ്ധയോടായിരുന്നു ഞങ്ങൾ അത് കൈകാര്യം ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അരി വേവുന്നോന്ന് നോക്കും, ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അവിടെ തന്നെ ഉത്പാദിപ്പിക്കും. അതെ അതെ. നല്ല കൃത്യമായിട്ട് എപ്പാസ്റ്റ് വന്ന ആളുകൾ നോക്കി കഴിച്ചതിന് ശേഷം ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതാണ് അതാണ് അതാണ്. അതുപോലെ തന്നെയാണ് പള്ളിക്കാവ് സ്കൂളുണ്ടായിരുന്നു. അവിടെ ആഴ്ച കൊടുക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അവരുടെ സന്തോഷം ഭയങ്കരമാണ്. പഠിക്കുന്ന നല്ല ആഹാരവും കിട്ടുന്നുണ്ട്. മുട്ട മാത്രമല്ല, നമ്മൾ ആഴ്ചയിൽ 2 ദിവസം 150 മില്ലി പാല് കൂടി കൊടുക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ പിള്ളേരെ പോയി ചുമ്മാ പഠിച്ചാൽ മതി. ഇപ്പം അതാണ്, എല്ലാ സംവിധാനങ്ങളും സ്കൂളിലുണ്ട്, ഒക്കെ സൗജന്യവുമാണ്. പഠിക്കുക എന്നൊരു ദൗത്യം മാത്രമേ നമ്മുടെ കുട്ടികളിൽ ബാക്കിയുള്ളൂ. അതാണ്.
ഉറപ്പായിട്ടും അതിലെല്ലാ കുഞ്ഞുങ്ങൾക്ക് അതൊരു സന്തോഷം കൊണ്ട് പഠിക്കാൻ പോകാനുള്ളൊരു ധൃതിയുണ്ട് അവർക്ക് പഠിക്കണം എന്നുള്ളത്. കാരണം ആഹാരം കിട്ടും, നല്ല കൂട്ടുകാരെ കിട്ടും, ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കാം, നല്ല രീതിയിൽ കളിക്കാം, എല്ലാ രീതിയുമുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരുപാട് പിന്നെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ സന്തോഷം, വളരെ സന്തോഷം. അവർക്കെല്ലാം എന്റെ ഒരു നന്ദി അറിയിക്കുക. തീർച്ചയായിട്ടും വളരെ സന്തോഷം. സന്തോഷം ചേട്ടാ വിളിച്ചില്ല. അപ്പൊ നമ്മൾ ഈ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു, മീൻ കറി വേറെ നൽകി. അപ്പൊ ഇതിന്റെയൊക്കെ ഫണ്ട് ശരിക്കും എന്തൊക്കെയാണ് സർക്കാരിന്റെ സഹായത്തിൽ നിന്ന് വരുന്നതെന്ന് പറയാം. ഈ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാചക ചെലവിനത്തില് നമ്മള് 350 വിദ്യാർത്ഥികൾക്ക് 8 രൂപ പ്രകാരം കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് 8 രൂപ. 350 മുതൽ 500 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 7 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. 500 മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് 6 രൂപ ക്രമത്തിലും ആ സ്കൂളിൽ നമ്മൾ ഫണ്ടായി കൊടുക്കുന്നുണ്ട് പാചക ചെലവിനത്തിൽ. അപ്പൊ ഈ ഫണ്ട് അവർക്ക് ഉപയോഗിച്ച് നന്നായി പദ്ധതി നടത്തിക്കൊണ്ടുപോകാൻ കഴിയും. സർ, അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു സംശയം, കുട്ടികൾക്ക് പലരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്ന കുട്ടികളാണ് സ്കൂളിൽ. സ്കൂളിൽ അങ്ങനെ ഒരു പദ്ധതി കൂടെ സ്റ്റാർട്ട് ചെയ്തു. അതെ, അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ചോദ്യം ചോദിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ ആ പ്രഭാത ഭക്ഷണത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയായിരുന്നു. നമ്മുടെ ജില്ലയിലെ 879 വിദ്യാലയങ്ങളിൽ 290 വിദ്യാലയങ്ങളിൽ പ്രഭാത ഭക്ഷണമുണ്ട്. കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും കോർപ്പറേഷൻ നേരിട്ട് പ്രഭാത ഭക്ഷണം നടത്തി വന്നു. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ, അധ്യാപക രക്ഷാകർതൃ സമിതികൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവരും ഈ പ്രഭാത ഭക്ഷണ പദ്ധതിയെ നന്നായി സഹായിച്ചു പോന്നു. അടുത്ത കൊല്ലം ഈ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളതാണ്, നിങ്ങളുടെ തൊട്ടടുത്ത വിദ്യാലയത്തെ പ്രഭാത ഭക്ഷണ പദ്ധതി നന്നായി നടത്തുന്നതിന് എല്ലാവിധ സഹായങ്ങളും പിന്തുണയും നൽകുക എന്നതാണ് ഈ ഒരു അവസരത്തിൽ സഹായത്തോടുകൂടിയാണ് ഇപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റ്. തീർച്ചയായും രക്ഷകർത്താക്കളുടെ സഹായമുണ്ട്, അധ്യാപകരുടെ സഹായമുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള സഹായം ലഭിക്കുന്നു. സ്കൂളുകൾ അല്ലേ, 290 സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണമുണ്ട്. അപ്പൊ ഈ സായാഹ്ന ഭക്ഷണം അപ്പം 3 നേരവും ഭക്ഷണം സ്കൂളിൽ നിന്ന് തന്നെ ആകണം എന്നതാണ്. കുട്ടികൾ കഴിക്കും. അപ്പോ വീട്ടിലെക്കാളും സ്കൂളിലാകുമ്പോ കഴിക്കും. അപ്പൊ എന്റെ ഒരു സംശയം, അതിലേക്ക് വരാൻ ഞാൻ കോളുണ്ട്, കോളിലേക്ക് വാ. ഹലോ നമസ്കാരം. സംസാരിച്ചോളൂ സാറുമായിട്ട് കേട്ടോ. സൈഫുദ്ദീൻ സാറുണ്ട്. നമസ്കാരം ചേട്ടാ. സാറേ നമസ്കാരം. സാറി പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായ കാര്യമാണ്. ഈ സ്കൂളിനെ കുറിച്ച്, ഈ ആഹാരം കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഈ സ്കൂളിൽ പോകുന്നുണ്ട്, ഈ ആഹാരം വിളമ്പുന്നതും എല്ലാവരും തന്നെയാണ്. അപ്പോഴേ സാറി പറഞ്ഞതൊക്കെ കൂടാതെ തന്നെ കുറെ ആഹാരങ്ങളും കൂടെ ടീച്ചർമാരും എച്ച്എമ്മാരും കൂടെ ചേർന്ന് ഈ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. അറിയണമല്ലോ. വിശേഷ ദിവസങ്ങളിലൊക്കെ ബിരിയാണി പാചക തൊഴിലാളികളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിച്ച് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട്. അതായത് ചില വിശേഷ ദിവസങ്ങളിൽ രക്ഷാകർത്താക്കളെയും കൂടി വിളിച്ചിട്ട് നല്ല മീൻകറിയൊക്കെ വെച്ച് കപ്പയൊക്കെ വാങ്ങിച്ച് ഈ രക്ഷാകർത്താക്കളും കുട്ടികളും കൂടി പങ്കുവെക്കുന്നുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. അങ്ങനെ ഈ സ്കൂളില് അങ്ങനെ ചില കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളും കൂടെ ഞാൻ സാറിനെ അറിയിക്കും. ചേട്ടന്റെ വീട് അടുത്ത് തന്നെയുള്ള പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളുണ്ട്. എന്റെ വീടിന് തൊട്ട് മുമ്പ് തന്നെ പെരുമൺ UP സ്കൂളിലെ LP സ്കൂളുണ്ട്. ആ പ്രാക്കുളം സ്കൂളില് പെരുമൺ LP സ്കൂളിലെ പ്രൈമറി സ്കൂളിലെ ഒരു ടീച്ചർ എന്റെ വൈഫാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ പറഞ്ഞത്. ആ പ്രാക്കുളം സ്കൂളിലെ ഒരു വിശേഷം കൂടി ഞാൻ പറയാം. അത് ശ്രോതാക്കൾ അറിയേണ്ട ഒന്നാണ്. അവിടെ കായൽ പെരുമ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രദർശനം നടത്തി. 32 മത്സ്യവിഭവങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്ക് സമ്മാനിച്ചു. അത് കേരളത്തിൽ തന്നെ ഒരു പുതിയ സംഭവമാണ്. മത്സ്യങ്ങളുള്ള 32 വിഭവങ്ങൾ അത് കുട്ടികളുടെ ടേസ്റ്റിന് അനുസൃതമായി പാകം ചെയ്ത് ആ സ്കൂളിൽ നൽകി. ഒരു രുചി വൈവിധ്യമാണ്. അപ്പൊ കുട്ടികൾക്ക് എല്ലാ കാലവും ഓർക്കാം. എന്റെ ഒരു ഇത്ര കാലത്തിനിടയ്ക്ക് ഒരു 50 അല്ല 32 വൈവിധ്യങ്ങളുള്ള ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ കുട്ടികൾക്ക് ഇപ്പോഴേ അത് അനുഭവവേദ്യമായി എന്നുള്ളത് അംഗീകരിക്കേണ്ടതാണ്. ഓക്കെ, സന്തോഷം ചേട്ടാ വിളിച്ചില്ല കേട്ടോ. കോളിലേക്ക് പോവാം. ഹലോ നമസ്കാരം സുരേഷ്കുട്ടി. നമസ്കാരം ചേട്ടാ, സംസാരിച്ചോളൂ കേട്ടോ. സൈഫുദ്ദീൻ സാർ പരിപാടികളോ ഒരുപാട് കുറെ അറിവുകൾ കിട്ടുന്നുണ്ടല്ലോ, അറിയാൻ പറ്റാത്തവർക്കെല്ലാം ഇത് കിട്ടുന്നുണ്ടല്ലോ. അതെ ചോദിച്ചോളൂ, സംസാരിച്ചോളൂ. ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള, എനിക്ക് ഇതിനകത്തൊരു അസൂയുണ്ട്. കാര്യം എന്റെ കാലത്തൊന്നും കിട്ടിയിട്ടില്ല. കാര്യം അന്ന് കിട്ടുന്ന കഞ്ഞിയും പയറുവാ. അതിനകത്ത് ചിലപ്പോ പുഴുവാണ്, നമ്മളാക്കിയെടുത്ത് കളഞ്ഞിട്ടായിരുന്നു കുടിക്കുന്നത്. അതൊക്കെ മാറിയില്ലേ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, പിള്ളേർക്കെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ ഉണ്ട്, പഠിക്കാൻ എല്ലാത്തിനും കുറവുണ്ട്. പക്ഷെ ഈ കുട്ടികളാണ് ഇപ്പൊ കുഴപ്പമാണ്. നമ്മളൊന്നും അത് കാണിച്ചിട്ടില്ല. കുട്ടികൾ തിരിഞ്ഞു വരാം, അങ്ങനെ ഒരു വിഷയമുള്ളൂ. അല്ല
സർക്കാർ മേഖലയിലെല്ലാം ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. അവർക്ക് വിറ്റാമിനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പക്ഷെ പഠിക്കുന്ന കുട്ടികളാണ് ക്ലിയർ ആക്കാലും ഒരു ഭാഗം മാത്രം തെറ്റിപ്പോയി. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം എന്ന് പറയുന്നത് ഇതിനകത്ത് സാധാരണക്കാരായ ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കത് വലിയൊരു ഗുണമാണ്. കാര്യം വീട്ടിൽ ചിലപ്പം ആഹാരം ടൈമിന് കഴിക്കാൻ പറ്റാത്തവരൊരു കാണും, നമ്മൾ അറിയുന്നില്ലെന്നുള്ളത്. പക്ഷെ അവർ ഇതിനെ ആയിരിക്കും ആശ്രയിക്കുന്നത്. അവർക്ക് ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണിത്. അതും പുറത്തുള്ള ആഹാരങ്ങൾ കൊടുക്കുന്ന വെച്ചാൽ വലിയൊരു ഗുണം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളൊന്നും കാലത്ത് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതെ. അല്ല, സാധാരണക്കാർക്ക് വീട്ടിൽ ഒരുപക്ഷെ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാൻ സാധ്യമല്ല. പക്ഷെ സ്കൂളിൽ അവർക്ക് കൃത്യമായി മാസത്തിലൊരിക്കൽ ഉറപ്പായും ബിരിയാണി കിട്ടുന്നുണ്ട് നമ്മുടെ സ്കൂളുകളിൽ. അല്ല, ഇത് ഇതിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ കുറച്ചുകൂടെ ഗുണങ്ങൾ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ലതല്ലേ നമ്മുടെ നാടിന്. അതാണ്. വളരുന്ന കുട്ടികളും അതിന്റേതായ മൈൻഡും കാര്യങ്ങളൊക്കെ നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ, അതാണ് നമ്മുടെ സമ്പത്ത്. അതെ. നമ്മളത് കഴിക്കും. പിന്നെ ഇതിനകത്ത് ഇപ്പം വേറൊരു വിഷയമുണ്ട്. ഈ കൊടുക്കുന്ന ഫുഡിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് നല്ലതാണെങ്കിലും ഈ വരുന്ന സാധനങ്ങളിനകത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പൊതുവെ കഴിക്കുന്ന ആഹാരത്തിൽ അത് ഈ ഭക്ഷ്യവകുപ്പിന്റെ കയ്യിലെ കുഴപ്പങ്ങളാണ്. അവരൊക്കെ ഈ പൈസയൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ ഇതൊക്കെ വിട്ടുകൊടുക്കുന്നത് ഓരോ കമ്പനിയേക്കും. ഇതിന്റെ കുറച്ചുകൂടെ ക്ലിയർ ആവണമെന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അതല്ല, അതിന്റെ ഒരു പരിശോധനാ സംവിധാനം സ്കൂളിൽ തന്നെ ഉണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി സ്കൂളിലെ കാര്യമെല്ലാം പറഞ്ഞു. പൊതുവെയുള്ള വിപണിയിലെ കാര്യം ഞാൻ പറഞ്ഞു. ചിലപ്പോ അതിൽപ്പെട്ടത് നമ്മളെ സ്കൂളിലും വരാം, അത് പറയാൻ പറ്റത്തില്ല. അത് നമ്മളെല്ലാവരും കൂടി ജാഗ്രതയോടെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്കൂളിനെ സംരക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടി പൊതുവിദ്യാലയങ്ങൾ നമ്മുടേതാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധ നമുക്കുണ്ടല്ലോ. പഴയ കാലമല്ല, ഇപ്പോഴെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്കും അതിന്റെ ബുദ്ധിയും കാര്യങ്ങളും ഉണ്ട്. എന്തെങ്കിലും വിഷയം സ്കൂളിൽ അങ്ങനെ ഫുഡിനകത്തുള്ള പ്രശ്നമുണ്ടെങ്കിൽ അവർ അപ്പോഴേ അത് ഓപ്പൺ ആക്കും. അതെ. അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. അതായത് കുട്ടികൾക്ക് അറിയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ അപ്പോഴേ അത് മൊബൈലിലെ ബാക്കിയുള്ളവരൊക്കെ പിടിച്ചു വിടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നേക്കും. അപ്പൊ അതുകൊണ്ട് അത്രത്തോളം സൂക്ഷ്മതയായിരിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യം കാണും. സന്തോഷം ചേട്ടാ വിളിച്ചില്ല. അപ്പോ നമ്മളിപ്പോ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ പരിഗണിച്ചുകൂടെ എന്നൊരു ചോദ്യം എനിക്ക് ഒരു സംശയം. കാരണം കുട്ടികളാണല്ലോ അവരും. എന്തുകൊണ്ടാണ് ഈ 9ഉം 10നെയും ഒഴിവാക്കുന്നത്? അതൊരു ചോദ്യമാണ്. നമ്മുടെ സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. അപ്പം നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് 8ാം ക്ലാസ് വരെയാണ് നിലവിൽ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്കൂളിൽ ഭക്ഷണം അവർക്കും വന്ന് കഴിക്കാവുന്നതാണ്. റോളിൽ അവരില്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനെ പല സ്കൂളിലും കഴിക്കുന്നുണ്ട്. പക്ഷേ വ്യവസ്ഥാപിതമായി 9നും 10നെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെ ഒരു അഭിപ്രായം പൊതുവിലുണ്ട്. അത് സർക്കാർ പരിശോധിച്ചു വരികയാണെന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും ഒരു അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. സംസാരിച്ചോ കേട്ടോ സാറുമായിട്ട്. അല്ല, സാറിനോടൊരു കാര്യം പറയാനായിരുന്നു ഞാൻ വിളിച്ചത്. പറഞ്ഞോളൂ സാർ. എന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. പണ്ട് നമ്മൾ കഴിച്ച ആ ഉപ്പുമാവ്, ചോളത്തിന്റെ ഉപ്പുമാവ്, അതാണ്. അതെന്തിനാ സാറേ ഇപ്പൊ കൊതിപ്പിച്ചത് പറഞ്ഞു? അത് എന്റെ നാവിന്ന് കഷ്ടമായി പോയി. അത് എവിടെ കിട്ടും? അതാണ്, എന്റെ നാവിന്ന് ആ രുചി ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് ഓരോ വർത്തമാനത്തിലും ഇത് ഞാൻ അനുസ്മരിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു പോയതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് ഹൈസ്കൂളിലോട്ട് ചെന്നു. അവിടെ പഞ്ചാലമൂട് സ്കൂളിലായിരുന്നു. അവിടെ കഴിക്കാനൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഒന്നും കഴിക്കാനില്ല. അപ്പം വെറും പട്ടിണി കിടന്ന് പഠിച്ചവരാണ് ഞങ്ങളൊക്കെ. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ വളർന്ന ആ കാലത്തോട് നമ്മൾ എന്തേ വിട പറഞ്ഞു കഴിച്ചു. ഇപ്പൊ സുഭിക്ഷമായ ഭക്ഷണം അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. അതെ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അവർക്ക് പഠിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. അതാണ്. പക്ഷെ ഒരു ഭാഗം എല്ലാം നല്ലതുപോലെ പഠിക്കുന്നുണ്ട്. കുറെ കുട്ടികൾ ഇപ്പോഴും അനാഥയായിട്ട് നടക്കുന്നുണ്ട്. അവർക്ക് കഴിച്ചാൽ മാത്രം മതി, വേറെ അവർക്ക് പഠിക്കുന്ന യാതൊരു വിധ. എനിക്ക് ഈ പഠിക്കാത്ത കുട്ടികളോട് ദേഷ്യമാണ്. എല്ലാവർക്കും കൊച്ചു മോൻ ഇവിടെ പ്രാക്കുളം സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പം +1 അപ്പൊ അവൻ ചോദിക്കുന്നത് എന്താ പറയുമോ, ഞങ്ങൾക്കും കൂടെ ഉച്ചയ്ക്ക് ആഹാരം തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അവൻ പറയുന്നു. അത് ശരി. ഇവിടെ നിന്നൊക്കെ ദൂരെ പോയി അങ്ങ് പോകുമ്പോഴത്തേക്ക് ചിലപ്പം ഉച്ചയ്ക്ക് ഒരു സ്വല്പ സമയം കിട്ടത്തുള്ളൂ. അപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരവും മിക്കവാറും കഴിക്കാറുമില്ല. ഏറ്റവും ആവശ്യമുള്ളവർക്ക് സ്കൂളിൽ നിന്ന് ആ ഉച്ചഭക്ഷണത്തിന്റെ ഭാഗമായ ഭക്ഷണം ഉപയോഗിക്കാം. പ്രഥമാധ്യാപകനോടോ പ്രിൻസിപ്പളിനോടോ ഒക്കെ പറഞ്ഞാൽ ആ ഭക്ഷണം ഉപയോഗിക്കാം. അതിനകത്ത് കുഴപ്പമില്ല. ഭക്ഷണം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. മോനങ്ങനെ എപ്പോഴും ഇരുന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്കും കൂടെ അതങ്ങ് തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ലൊരു പരിപാടിയാണ് സാറേ ചെയ്യുന്നത്. എല്ലാവരോടും നന്ദി പറയുകയാണ്. എല്ലാവരോടും വളരെ സന്തോഷം. നമുക്ക് ഇപ്പൊ പഠിച്ചാൽ മതിയെന്ന് തോന്നുന്നു. എന്നാലും പഴയ രുചി മറക്കാൻ പറ്റിയില്ലല്ലോ. നോക്കി ഇരുന്ന് കൊതി വിടാനേ പറ്റത്തുള്ളൂ. ശരി സാർ. അപ്പൊ എന്തായാലും ഈ ഒരു ഉച്ചഭക്ഷണത്തിൽ പഴയ ഓർമ്മയിലേക്കൊക്കെ പോയല്ലേ ആ രുചി. നമ്മുടെ ഒരു കാലത്തെ രുചി, നിറം,
മണം, ഇതൊക്കെ ശൈശവത്തില് നമ്മള് ഒന്ന് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് വെച്ചാല് അത് കുറെ കാലം അങ്ങ് പോകും. ആ രുചിയും നിറവും മണം, ഈ 3 ഘടകങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല. ഇപ്പൊ നമ്മളെ ചെറിയ കാലത്തെ നിറങ്ങൾ, ചെറിയ കാലത്തെ രുചികൾ, ചെറിയ കാലത്ത് നമ്മൾ ആസ്വദിച്ച മണങ്ങൾ, അപ്പൊ അതിന്റെയൊക്കെ ഒരു ഗൃഹാതുരത്വം നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ശ്രോതാക്കൾക്കും ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് അവര് ഇത് വീണ്ടും അനുസ്മരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഈ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പൊ വെക്കേഷൻ ടൈമിൽ ഇപ്പം ആഹാരത്തിന് വേണ്ട കാര്യങ്ങളുടെ സ്കൂളിൽ ചെയ്യുമല്ലോ. ഇപ്പൊ ചിലപ്പോൾ പക്ഷെ അരിയൊക്കെ ഇപ്പോഴും ഉണ്ടോ അങ്ങനെയുള്ള? അത് ഇത്തവണ മാത്രം നമ്മള് സ്പെഷ്യൽ അരി വെക്കേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. അത് ഇലക്ഷന്റെ കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. സാധാരണഗതിയിൽ ഓണത്തിനും വിശേഷ ദിവസങ്ങളിലും അതുപോലെ തന്നെ സ്കൂൾ വെക്കേഷനിലുമെല്ലാം കുറെ അരി അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കാൻ കൊടുക്കുന്നതാണ്. ഇത്തവണ ഈ ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സാഹചര്യത്തിൽ സാധിച്ചിട്ടില്ല. മുൻ വർഷങ്ങളിൽ കൃത്യമായി നൽകി, വർഷങ്ങളിലും അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സായാഹ്ന ഭക്ഷണം അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സായാഹ്ന ഭക്ഷണം. അപ്പം ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ ഒരു കൗതുകം ഉണ്ടായിരിക്കാം. പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചഭക്ഷണമുണ്ട്, ഇനി സായാഹ്ന ഭക്ഷണമോ എന്ന കൗതുകം സ്വാഭാവികമാണ്. നമ്മുടെ ജില്ലയിലെ 16 വിദ്യാലയങ്ങളിൽ സായാഹ്ന ഭക്ഷണമുണ്ട്. സായാഹ്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സങ്കല്പിച്ചു കൂട്ടുന്ന പൊറോട്ടയും ഇറച്ചിയൊന്നുമല്ല, ആവിയിൽ പുഴുങ്ങിയ ഹൈജീനിക്കായ ഭക്ഷണങ്ങൾ. ആവിയിൽ പുഴുങ്ങിയത് മാത്രമേ നൽകൂ. അത് നമ്മുടെ തനത് ഭക്ഷണങ്ങൾ, കൊഴുക്കട്ട, ഇലയപ്പം, തെരളിയപ്പം, കുടിക്കാൻ ഒരു ചുക്ക് കാപ്പി, ഇത് ആഴ്ചയിൽ ഒരു ദിവസമേ ഉണ്ടാകും. ഇതാണ് സായാഹ്ന ഭക്ഷണ പദ്ധതി. ഏത് സ്കൂളിലും ഇത് അനുവർത്തിക്കാവുന്നതാണ്. നമ്മുടെ ജില്ലയിൽ ഇത് ആദ്യം ആരംഭിച്ചത് SBVHS പന്മനമനയിൽ എന്ന വിദ്യാലയത്തിലാണ്. അതിന് സഹായിച്ചത് അധ്യാപക രക്ഷാകർതൃ സമിതി മാത്രമാണ്. ഇവരാണ് ഇതിന്റെ മുഴുവൻ ചെലവുകളും വഹിക്കുന്നത്. അരി പൊടിക്കുക, അതിനുശേഷം ശർക്കരയും അതിന്റെ അനുബന്ധ സാധനങ്ങളും എല്ലാം വാങ്ങുക, എന്നിട്ടത് പ്രത്യേക ആളുകളെ കൊണ്ട് പാചക തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ തന്നെ, നമ്മുടെ അംഗീകൃത പാചക തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ തന്നെ പാകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നു. കുടിക്കാൻ ഒരു ചുക്ക് കാപ്പി കൊടുക്കുന്നു. മറ്റൊരു പ്രത്യേകത, എണ്ണയിൽ പൊരിച്ച യാതൊരു പലഹാരങ്ങളും സായാഹ്ന ഭക്ഷണ പദ്ധതിയുടെ ഭാഗമല്ല. ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണങ്ങൾ മാത്രം. അതോടൊപ്പം തന്നെയാണ് സാർ ഇപ്പൊ ഈ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഈ ഉച്ചഭക്ഷണ പദ്ധതി കൊണ്ടുപോകുന്നതിൽ ഇന്ന് നേരിടുന്നുണ്ടോ? ശരിയായും അധ്യാപകർ നേരിടുന്ന ഒരു പ്രശ്നമാണത്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ 2.5 ലക്ഷം അധ്യാപകർ ഈ പദ്ധതിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ആ അധ്യാപക സമൂഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ചില ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിലുള്ള ചില വൈഷമ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1-2 മാസം താമസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും താമസമുണ്ടായിട്ട് പോലും അത് പല ഘടകങ്ങളുണ്ട്. അതിൽ കേന്ദ്ര ഫണ്ട് വരാതിരിക്കൽ, സാമ്പത്തിക പരാധീനതകൾ, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. പക്ഷെ ഈ സാഹചര്യത്തിൽ പോലും കേരളത്തിലെ 12,024 വിദ്യാലയങ്ങളിൽ ഒരു വിദ്യാലയത്തിൽ പോലും ഭക്ഷണം മുടങ്ങിയിട്ടില്ല. ഇത് അധ്യാപകരുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന ബോധ്യം എല്ലാ പൊതുജനങ്ങൾക്കും ആ ഒരു സന്ദേശം നൽകാൻ നമ്മുടെ അധ്യാപക സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവരെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ സാധാരണ സ്കൂൾ ഉച്ചഭക്ഷണം ഇപ്പം ഒരുപാട് മുമ്പത്തേക്കാള് മാറി നല്ല ഫുഡാണ്. അവർക്കറിയാം ഇത്ര ഫുഡ് കയറണം അല്ലെ, പച്ചക്കറി ആണെങ്കിലും മറ്റേ എണ്ണയാണെങ്കിലും ഒക്കെ സാർ പറഞ്ഞു ഇത്ര അളവിൽ കൊടുക്കുന്നു. പക്ഷെ എങ്കിലും നമ്മുടെ പൊതുജനം ഞാൻ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് എന്റെ മുമ്പിലോട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളെ സ്കൂൾ കുട്ടികൾക്ക് കുറച്ചും കൂടിയൊക്കെ പോഷകാഹാരം നൽകിക്കൂടാ? കാരണം ഇപ്പുറത്ത് നമ്മൾ ചിലർക്ക്, അതായത് ഞാൻ എടുത്ത് പറയുന്നില്ലെങ്കിലും സാറിന് വളരെ നല്ല ഫുഡ് നൽകുന്നു. അത്തരം ഫുഡ് എന്തുകൊണ്ട് സ്കൂളിൽ പ്രത്യേകിച്ച് ഇറച്ചിയോ മീനോ ഒക്കെ ദിവസവും നൽകുന്ന ഒരു പദ്ധതിയിലേക്ക് എന്തുകൊണ്ട്? കുട്ടികൾക്കും അത് ആവശ്യമാണല്ലോ. അത് നല്ല ഒരു ചോദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പക്ഷെ നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുള്ള ചില വേദികളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ സ്കൂൾ നൽകുന്ന ഭക്ഷണത്തിന്റെ മെനു നിശ്ചയിക്കുന്നത് അതത് ഘടകങ്ങളാണ്. ആ പ്രാദേശികമായി അവിടെ നിലനിൽക്കുന്ന ഭക്ഷണം ഏതാണോ, അവരുടെ രുചികളിലുള്ള ഭക്ഷണം ഏതാണോ, അതൊക്കെ നിർണ്ണയിക്കുന്നത് സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയാണ്. ഇനിയിപ്പോൾ 2 ദിവസം ചിക്കൻ ബിരിയാണി കൊടുക്കണം, ഉച്ചഭക്ഷണ കമ്മിറ്റി കൂടി അത് തീരുമാനിച്ചാൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. ഞാനീ പറഞ്ഞു വന്നത് മെനു വൈവിധ്യം നിർണ്ണയിക്കുന്നതിൽ, പ്രാദേശിക സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് മെനു വൈവിധ്യം നിർണ്ണയിക്കുന്നതിൽ സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിക്ക് മതിയായ പ്രാധാന്യമുണ്ട്. അവരങ്ങനെ തന്നെ അത് കൈകാര്യം ചെയ്തും വരുന്നുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കാവുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അത് പൊതുവെ അഭിപ്രായങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ചും തീർച്ചയായിട്ടും സത്യത്തിൽ കൃത്യമായി
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതത് പ്രദേശത്തെ സാഹചര്യം പരിഗണിച്ചത് നൽകുന്നുണ്ട്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും എല്ലാം നൽകുന്നുണ്ട്. ഈ വൈവിധ്യം അവർക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല, ബുദ്ധിമുട്ടുകളും ഇല്ല, ഒന്നുമില്ല. കൊണ്ടുപോകാം. തീർച്ചയായിട്ടും സ്കൂളുകളിൽ അതൊക്കെ വരട്ടെ കേട്ടോ. കാരണം മനസ്സിലാക്കുന്ന കുട്ടികള് കൂട്ടത്തിലിരിക്കുമ്പോ കഴിക്കാം അല്ലെ. അവർക്ക് ഈ പറയുന്ന കണക്ക് ഇറച്ചിയാണെങ്കിലും മീനാണ് അതും ഒരളവിൽ ലഭിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നല്ല ഫുഡൊക്കെ നമ്മളെ കുട്ടികൾക്ക് വീണ്ടും കൂടുതൽ, അതായത് ഇപ്പൊ ഈ പറയും പോലെ ഗോതമ്പിൽ തുടങ്ങി ഉച്ചക്കഞ്ഞി മാറി ഇന്ന് നല്ല വെജിറ്റേറിയൻ, പാലായി, സായന ഭക്ഷണമായി, പ്രഭാത ഭക്ഷണമായി, അങ്ങനെ എന്തുകൊണ്ടും ആർഭാടമായി. അതെ, സ്കൂളിൽ പഠിക്കാം, വയറ് നിറച്ച് ആഹാരം കഴിച്ച് ക്ഷീണമില്ലാതെ അല്ലേ. വിശന്നിരുന്ന് പഠിക്കുന്ന കാലമൊക്കെ മാറി, അല്ലെങ്കിൽ ഒരു നേരം വിശപ്പടക്കാൻ പഠിക്കാൻ പോയ കാലവും മാറി. ഇതെല്ലാം തുല്യമായി നിൽക്കുന്നു. കുട്ടികളും മിടുക്കരാണ്. അവസാനം ഈ ജൂൺ 3 നമ്മൾ സ്കൂൾ തുറക്കാൻ പോകുന്നു. അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ ഒരു പരിപാടി വൈൻഡപ്പിയറായി. എന്തൊക്കെ ഒരു മുന്നൊരുക്കങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായിട്ട്? സ്കൂൾ അടുക്കളയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അടുക്കളയും പരിസരവും ഏറ്റവും ഭംഗിയായി വൃത്തിയാക്കുക, പാത്രങ്ങൾ കഴുകി ഉണക്കി വെയിലത്ത് വെക്കണമെന്നാണ്. കഴുകി ഉണക്കാൻ വെയിലത്ത് വെക്കുക. വെയിലില്ലാത്തത് കൊണ്ട് പാത്രങ്ങൾ കഴുകി ചൂടാക്കി ഡ്രൈ ആക്കുക. ബാക്കി എന്തൊക്കെയാണോ അവിടുത്തെ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, ഇതെല്ലാം ബന്ധപ്പെട്ട പ്രഥമാധ്യാപകനും സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയും നല്ല നിലയിൽ പരിശോധിക്കുക. എന്തെങ്കിലും കുറവുകൾ ഇടപെടേണ്ടതുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുണ്ട്, അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉണ്ട്, ഉപഡയറക്ടറേറ്റ് ഉണ്ട്. അവിടെയും ബന്ധപ്പെട്ട് അത് പരിഹരിക്കാവുന്നതാണ്. ഏറ്റവും ഭംഗിയായി സ്കൂൾ തുറക്കുന്ന അന്നു മുതൽ തന്നെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി തുടങ്ങുന്നതാണ്. തീർച്ചയായും ഒരു നമ്പർ ഉണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് അല്ലെ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നമ്പർ ശരിക്കും ഞാൻ ഒന്ന് പറയാം. 0472795927 നമ്പർ ഒന്നും കൂടെ പറയാം. അതായത് നമ്മളുടെ കുട്ടികളുടെ സ്കൂൾ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. നമ്പർ ഞാൻ ഒന്നും കൂടെ പറയാം. ഓക്കെ, അതായത് 0474279295 കേട്ടോ. നമ്പർ ഞാൻ ആദ്യം 27 എന്നാണ് പറഞ്ഞത്. നമ്പർ ചെറിയ വ്യത്യാസമുണ്ട്, ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. 279295 ഇതാണ് കേട്ടോ നമ്പർ ശരിക്കുള്ളത്. ഓക്കെ, അത് മാത്രമല്ല നമുക്കൊരു ജിമെയിൽ ID കൂടിയുണ്ട്. ആ ജിമെയിൽ ID ഞാൻ പറയാം, ddkollam@gmail.com. ഇതിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് സാർ. നമുക്ക് ഈ സ്കൂൾ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അവസാനമായി നമ്മളുടെ മാതാപിതാക്കളോട്, കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ കുട്ടികളോട് എന്താണ് പറയുന്നത്? ഏറ്റവും ബഹുമാന്യരായ രക്ഷകർത്താക്കളോടും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും പറയാനുള്ളത്, നിർബന്ധമായും സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുക. നമുക്ക് ആരോഗ്യത്തോടെ വളരണം, നന്നായി പഠിക്കണം, നമ്മുടെ ഭാരതത്തെ ഏറ്റവും ഭംഗിയായി കെട്ടിപ്പടുക്കണം. രക്ഷകർത്താക്കൾ സഹകരിക്കുക, എന്റെ കുഞ്ഞുമക്കളും സഹകരിക്കുക. എല്ലാവർക്കും നന്ദി, ആശംസകൾ. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ സൈഫുദ്ദീൻ മുസ്ലിയാർ M, ജില്ലാ നോൺ ഫീഡിംഗ് സൂപ്പർവൈസർ, വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റ്, കൊല്ലം. വളരെ സന്തോഷം സർ. അപ്പൊ കമന്റ് റേഡിയോ നന്ദി അറിയിക്കുന്നു. സാറിനോടൊപ്പം പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി MS.